ഞാനൊരു കായ മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്, കുറച്ച് വ്യത്യസ്തമായ ഒരു രീതിയിൽ. നമുക്കൊന്ന് കായ മെഴുക്ക് വരട്ടിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ കായ ഞാൻ ഒരു ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. ഏത് കായ വേണമെങ്കിലും എടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴുകി അരിഞ്ഞ് കറ കളഞ്ഞതാണ്. ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞ് വെച്ച സബോള ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2 കീറിയത്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച് വേവാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ വേവാൻ വെച്ച കായ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു വേവുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ കായ വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം വറ്റിക്കണ്ട. ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. കുറച്ച് കുഴഞ്ഞ കറിയാണ്. അപ്പോൾ ഇത് ഇനി കടുക് പൊട്ടിക്കണം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ഈ കറി അതിനകത്തേക്ക് ഇടാം. ഇതിപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. കടുക് വറുത്ത് നമ്മൾ അതിനകത്തേക്ക് ഇടുകയല്ല ചെയ്യുക. കടുക് വറുത്തിട്ട് വേവിച്ച് വെച്ചേക്കുന്നത് ഇതിനകത്തേക്ക് ഇടുക. ഈ വെള്ളം വറ്റിക്കൊന്നും വേണ്ട. ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.